ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന മോരുകറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ മോരുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചുവന്നുള്ളിയുടെയൊക്കെ കളർ ഒന്ന് മാറി വരും. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഉണക്കമുളക് ആയത് കാരണം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. അപ്പോൾ അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ തൈര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ട് കറി തോന്നുകയാണെങ്കിൽ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് തിളച്ച് പോവരുത്. തൈര് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.